ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം, അതും ചട്ടിയിൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, കറിവേപ്പില, സബോള ഒരെണ്ണം, 3 പച്ചമുളക്, 2 വത്തലമുളക്, അത് അവസാനം കടുക് പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു അരമുറി തേങ്ങ. അപ്പൊ നമുക്ക് അരമുറി തേങ്ങയാണ്, അത് പെട്ടെന്ന് ചിരണ്ടി എടുക്കാം. നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങ ഇടാതെ ക്യാബേജ് തോരൻ വെക്കാം, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് തേങ്ങ ഇട്ട് വെക്കുമ്പോഴാണ്. ചട്ടിയായിട്ട് വരുന്നുണ്ട്. നമുക്കിന്ന് ഈ ചട്ടിയിലാണ് ക്യാബേജ് തോരൻ വെക്കുന്നത്. എനിക്കിങ്ങനെ അരിയാൻ അറിയില്ല. ഈ അമ്മമാരിങ്ങനെ കയ്യാറ ഇട്ടിട്ട് അരിയുന്ന കാണാൻ നല്ല രസമല്ലേ. ഞാനൊക്കെ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ ചോപ്പറോ വെച്ചിട്ടാണ് ചെയ്യാറ്, കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. ചട്ടിയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് അരിഞ്ഞിടുന്നതേ ഉള്ളൂ, എന്നിട്ട് വേവിച്ചെടുക്കും. നമ്മൾ അരിയുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. കാബേജ്, സവോള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് തേങ്ങ ആഡ് ചെയ്യുന്നു, ഉപ്പ് ഇടുന്നു. അപ്പം നമ്മളിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതിന് എത്ര ഉപ്പ് ചേർക്കണ്ടേ? 1/2 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ. മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മളത് നല്ലോണം ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം തളിച്ചെടുക്കുക. ആവശ്യത്തിന് അധികം വെള്ളം ഒഴിക്കരുത്, അപ്പം ഭയങ്കര വെള്ളച്ചുവയായി പോവും. കുറച്ച് വെള്ളം, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിൻ്റെ ആവശ്യമുള്ളൂ. അത് ഒഴിക്കരുത്. എന്നിട്ടിത് മൂടി വെച്ച് ആവി കയറ്റണം. ഇതിപ്പം ചട്ടി വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആവി കയറും. ആവി കയറി തുടങ്ങുമ്പോഴത്തേന് ഒന്ന് ഇളക്കിയിടണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. അപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ആവി കയറി തുടങ്ങി. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിടാം. ഒരു മിനിറ്റും കൂടി ഇരുന്നാൽ മതി, അപ്പോഴത്തേനും കടുക് പൊട്ടിച്ചെടുക്കാം. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പം ഗൈസ്, ഇപ്പം ഇത് ഒരു ഏകദേശം 2 മിനിറ്റോളം ആവി കയറ്റി കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിടുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക, വാങ്ങി വെക്കുക. സിമ്പിൾ സ്റ്റെപ്പ്. നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഈ ചീനച്ചട്ടി എടുക്കുന്നത്. അപ്പം ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കാൻ പാകത്തിന്. കുറച്ച് മതി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ കടുക് ഇടുക. ഇട്ടുന്നുണ്ട്. സമയത്തിന് 2 വറ്റൽമുളക്, നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറ്റൽമുളക് ചേർക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ കറിവേപ്പില ചേർക്കുന്നു. അത് നമ്മുടെ ക്യാബേജിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തു. നമ്മൾ ഇതിനകത്തേക്ക് വേറെ ഒരു മസാലയോ ഒന്നും ചേർത്തിട്ടില്ല, ആകെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചില സൈഡിലേക്കൊക്കെ മഞ്ഞൾ പൊടി ചേർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടി. ഇതിപ്പോ എത്ര നേരം എടുത്തത് വെക്കാൻ? 2 മിനിറ്റ് കൊണ്ടുള്ള ക്യാബേജ് തോരൻ വിതൗട്ട് എനി മസാല. ആകെ ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം ഗൈസ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. മാക്സിമം 3 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് എടുത്തിട്ടില്ല. അപ്പം ഗൈസ്, നമ്മുടെ ഈസി വേ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.